ദേ കുളിച്ച് സുന്ദരി കുട്ടികളായി തലയൊക്കെ തോർത്തി കഴിഞ്ഞില്ലേ. ഇനി മക്കള് കാശിക്കുട്ടനെയും കൊണ്ട് വീട്ടിലോട്ട് പൊക്കോളൂ. അച്ഛക്ക് ഇവിടെ ചെറിയൊരു പണിയുണ്ട്. ഓ പിന്നെ മക്കളെ, കൊച്ചിനെ നന്നായിട്ട് ശ്രദ്ധിക്കണേ. അന്നത്തെ പോലെ വീണ് കഴിഞ്ഞ അച്ഛമ്മ വഴക്ക് പറയൂ. അച്ഛയുടെ ദേവചേച്ചി എടുക്കും കേട്ടോ. ദേവചേച്ചിയുടെ കൂടെ നല്ല കുട്ടിയായിട്ട് അമ്മയുടെ അടുത്തോട്ട് പൊക്കോ കാശിക്കുട്ടാ. ദേവയുടെ അടുത്തുനിന്ന് കാശിക്കുട്ടൻ വീണത് അച്ഛക്ക് ഓർമ്മയില്ലേ? അപ്പൊ അതതിന് എന്നുമല്ലേ അച്ഛ? ഞാൻ കൊണ്ടുപോക്കോളാം. എന്റെ കാശിക്കുട്ടനെ സൂക്ഷിച്ച് കൊണ്ടുപോക്കോളാം അച്ഛ. കാശിക്കുട്ടനെ അന്ന് വീണിട്ട് ഹോസ്പിറ്റലിലായിട്ട് കൊറേ ചോരയൊക്കെ പോയതാ. അച്ഛമ്മ കണ്ട ദേവയെ കൊല്ലും. കാശിക്കുട്ടനെ എടുത്ത് നടന്ന അവളെ ഇങ്ങനെയൊന്നും പറയില്ല എൽസ. അവളെ അന്ന് അവൾക്ക് അറിയാതെ പറ്റിയതല്ലേ. ഇനി അവൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടോ? എന്നാലേ അവൾക്ക് ഇഷ്ടമുള്ളപ്പോ വരട്ടെ. ഞങ്ങളെ വേഗം നടക്കാം. ആരാ ഫസ്റ്റ് എത്താന്ന് കാണാലോ. അതെ അതെ, ഞാനും ഓടട്ടെ. കാശിക്കുട്ടനെ എടുത്ത് മെല്ലെ 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 വന്ന ഞങ്ങൾ ഓടി പോവാണ്. ദേവേച്ചിയുടെ പൊന്നുകുട്ടനെ ദേവേച്ചി കൊണ്ട് പൊക്കളാട്ടോ. അവരൊക്കെ ഓടി ഓടി പൊക്കോട്ടെ. നമുക്ക് മെല്ലെ മെല്ലെ നടന്ന് നടന്ന് വീട്ടിലെത്താം. ഇനി ചേച്ചി വീതി ഇടൂലട്ടോ കാശിക്കുട്ടാ. അച്ഛാ, ഞങ്ങള് മെല്ലെ നടക്കാട്ടോ. ഞങ്ങള് പോവാണ്. ഓ ദേവമോളെ, സൂക്ഷിച്ച് കൊണ്ടുപോണേ കൊച്ചിനെ. എവിടെയും വീതിയിടല്ലേ. അതൊക്കെ എനിക്ക് അറിയാം അച്ഛാ. ഞാൻ മെല്ലെ പോന്നെ. അയ്യോ അയ്യോ ഏലയ്യ ഏലയ്യ. അമ്മേ, ദേ കാശിക്കുട്ടനെ എടുത്ത് ഞാനിവിടെ എത്തി അമ്മേ. കൈ കാണിച്ചിട്ട് വയ്യ. ഞാനിത് കട്ടില് വെക്കുന്നുണ്ട്. അയ്യോ വയ്യ. ദേവേച്ചിയുടെ പൊന്നുകട്ട അവിടെ കിടക്കട്ടോ. ചേച്ചിക്ക് സ്കൂളിൽ പോവാനൊക്കെ സമയായി. യൂണിഫോമൊക്കെ മാറ്റാനുണ്ട്. ചായ കുടിക്കാനുണ്ട്. അപ്പേ അവിടെ കിടക്കട്ടോ. ചേച്ചി ഇപ്പൊ വരാവേ. നല്ല കുട്ടിയായിട്ട് അവിടെ കിടക്കടാ കാശി. നീ കണ്ടോടി, ആ അസത്തിന്റെ അടുത്ത് കൊച്ചിനെ കൊടുത്ത് അയച്ചിരിക്കുന്നേ. ഒരു വട്ടം വീണത് നിനക്ക് ഓർമ്മയില്ലേ? എന്റെ പൊന്നമ്മേ, ദേവ എത്ര ശ്രദ്ധിച്ചിട്ടാ കൊച്ചിനെ കൊണ്ട് നടക്കുന്നേ. എന്നിട്ടും അമ്മ എന്തിനാ അവളോട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയുന്നേ? എനിക്ക് വയ്യ. നീ അതും പറഞ്ഞോണ്ടിരുന്നോടി. കൊച്ചു നിലത്ത് വീഴുമ്പോ അറിയാം. അന്ന് വീഴുന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഹോസ്പിറ്റലിൽ കിടന്നത് 4 ദിവസാ. പോരാത്തതിന് എത്ര രക്തം പോയി. അത് വല്ലോ നിനക്ക് ഓർമ്മയുണ്ടോടി? ആയേ